നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ടെൻഷൻ ഉണ്ടോ പഠിക്കാൻ? അതിന് മുമ്പേ നമ്മുടെ ഓൺലൈൻ്റെ ഒരു കാര്യങ്ങൾ അങ്ങ് പെട്ടെന്ന് പറയാം. കാരണം ആദ്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. മെസ്സേജ് അയച്ചവർക്ക് എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ പേര് മെസ്സേജ് അയക്കുന്നത് ഒരു വീഡിയോയ്ക്ക് താഴെ മെസ്സേജിന് റിപ്ലൈ ഇല്ലെന്നുള്ളതാണ്. ഇപ്പം ഇന്നും നാളെ മെസ്സേജ് അയക്കുന്നവർക്കെല്ലാം ഉറപ്പായിട്ടും റിപ്ലൈ ചെയ്ത് തിങ്കളാഴ്ച എല്ലാവരെയും ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് ക്ലാസ് തന്നിരിക്കും. ഇന്നും നാളെയും മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും, ഇതുവരെയും മെസ്സേജ് അയക്കുന്നവർക്കും എല്ലാവർക്കും തിങ്കളാഴ്ച വൈകുന്നേരം 7 മണി 8 മണിക്കുള്ളിൽ ക്ലാസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മെസ്സേജ് കിട്ടിയിരിക്കും, ക്ലാസ് തന്നിരിക്കും കേട്ടോ. അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. കാരണം അത്രമാത്രം മെസ്സേജാണ് വരുന്നത്. ഞാൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അന്നേരം കൃത്യമായിട്ട് നിങ്ങൾക്ക് മെസ്സേജസ് കിട്ടും. അന്നേരം കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏത് സബ്ജക്ട്സ് ആയാലും, അത് സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, നിങ്ങൾ അത്രയും നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നു, അത്രയും നമ്മൾ വലിയ വിജയശതമാനം കുട്ടികൾക്ക് റെഗുലറിൻ്റെ കൂട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും അത്രയും കുട്ടികൾ നമുക്ക് സപ്പോർട്ട് തരുന്നത്. നിങ്ങൾക്കും അതുപോലെ 100 ഇരട്ടി സപ്പോർട്ട് ഒരു മാസം എന്നുള്ള രീതിയിൽ നമ്മൾ തരും. ഉറപ്പായിട്ട് നിങ്ങൾ നമ്മുടെ ബാച്ചസിൽ നമ്മൾ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കും. ഞാൻ പറയാം 10 ദിവസം കൊണ്ട് ഫുള്ള് ക്ലാസ് പഠിപ്പിച്ചിട്ട് റിവിഷൻ ക്ലാസ് എല്ലാം ഉൾപ്പെടെ നിങ്ങളെ റെഡിയാക്കിയിരിക്കും. സംശയം വേണ്ട. ഓക്കെ, അതായത് നിങ്ങളൊരു ടെൻഷനും വേണ്ട. ഇനി ടെൻഷൻ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം സ്വാഭാവികമായിട്ട് ഏത് പരീക്ഷകൾക്കും നമ്മളൊരു ടെസ്റ്റ് പേപ്പറിനും ഇച്ചിരി കാര്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പബ്ലിക് എക്സാം അത് ചെല്ലുമ്പോൾ ഒരു ടെൻഷനുണ്ട്. എന്ന് പറയുമ്പോൾ ഓവർ ടെൻഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അറിയോ, ഇത് പോയാൽ നമ്മുടെ ഭാവി പോകുമല്ലോ, വീട്ടുകാരെല്ലാം അവിടെ പിടിപ്പിച്ച് നിങ്ങൾ ഇതോട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ യാതൊരു സഹായം കിട്ടത്തില്ലെന്ന് പറയുന്ന വീട്ടുകാരുണ്ട്, ബന്ധുക്കാർ, എല്ലായിടത്തും തഴയപ്പെടുന്നൊരു സംവിധാനമാണ് പക്ഷേ ഞാൻ എപ്പോഴും പറയും, എന്ന് പറയുന്നതിന് ഫുൾ ഫോം കേട്ട് കഴിയുമ്പം ഇതാരെയും ബോധിപ്പിക്കാൻ പറ്റത്തില്ല. 1 ഇയർ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ നമുക്ക് പരീക്ഷ എഴുതി ഏത് വിഷയങ്ങൾ 6 വിഷയങ്ങൾ പോയിട്ടുള്ളവരും എന്നോട് ചോദിക്കാറുണ്ട്, സാറേ ജയിക്കാൻ പറ്റുമോ? ജയിച്ചവരുടെ ഫോട്ടോസും വീഡിയോസും നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തേ. ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന കാര്യം ഒരു വിഷയത്തിന്, ഏത് വിഷയം ആയിക്കോട്ടെ, ഞാൻ ഫിസിക്സ് പഠിപ്പിക്കുന്നതാണ്, അങ്ങനെ കെമിസ്ട്രിയോ അക്കൗണ്ടൻസിയോ ബിസിനസ് സ്റ്റഡീസോ എക്കണോമിക്സോ ഏത് സബ്ജക്റ്റ് ആയാലും 6 മണിക്കൂർ 5 മണിക്കൂറിൽ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ നിങ്ങൾക്ക് അതിൽ കൂടുതൽ മണിക്കൂർ വേണ്ട. ഒരു വിഷയം 2 ടെക്സ്റ്റ് പഠിക്കാനൊന്നും നമുക്ക് ഒരിക്കലും പറ്റത്തില്ലല്ലോ. മാക്സിമം 6 മണിക്കൂർ മതി. ആ 6 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 7 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 5 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഒരു വിഷയം കംപ്ലീറ്റ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം 1 മണിക്കൂർ വെച്ച് ഒരു വിഷയം പഠിച്ചാൽ പോലും ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. അന്നേരം ടെൻഷൻ നിങ്ങളുടെ നല്ല ശതമാനം ഇല്ലാതാവും. പിന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലും കാര്യങ്ങളാകട്ടെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ കൃത്യമായിട്ടും ബോധ്യപ്പെടുത്തും, ടെൻഷൻ ഇല്ലാതാക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരു ജൂൺ 10 മുമ്പ് തന്നെ നമ്മുടെ പോർഷൻസ് ഫുള്ള് കവർ ചെയ്തിട്ട് ബാക്കിയുള്ള 10-12 ദിവസം നമുക്ക് 2-3 വട്ടം റിവൈസ് ചെയ്ത് എന്ത് ചെയ്യാം, നമുക്ക് അടിപൊളിയായിട്ട് പോയി പരീക്ഷ എഴുതി കേരളത്തിലെ എല്ലാ കുട്ടികളും ജയിക്കുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലാണ്. അതിന് അധ്യാപകർ, ഞാൻ പറഞ്ഞില്ലേ 10-35 പേര് അധ്യാപകർ ഒരു കൂട്ടമായിട്ട് ഇതിനു വേണ്ടി നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ റെഗുലറിനെക്കാട്ടി കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, ഏത് സബ്ജക്ട്സ് ആണെന്നും ഏത് സ്ട്രീം ആണെന്നും കൃത്യമായിട്ട് കൊടുക്കുക. ഇത് ഈ പറഞ്ഞത് വാക്കാണ്. നമ്മുടെ ഫസ്റ്റ് ബാച്ച് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ബാച്ച് ഇന്നും നാളെയും മെസ്സേജ് അയക്കുന്ന എല്ലാ കുട്ടികൾക്കും 3 നമ്പർ തന്നിട്ടുണ്ട്. ആ 3 നമ്പറിലേക്കും എല്ലാവർക്കും മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും അതിന് കൃത്യമായിട്ട് റിപ്ലൈ ചെയ്ത് നിങ്ങളെ തിങ്കളാഴ്ച ഫസ്റ്റ് ബാച്ചിൽ ആഡ് ചെയ്ത് ക്ലാസ് തുടങ്ങിയിരിക്കും. ക്ലാസ് ജൂൺ 10 മുമ്പേ ക്ലാസ്സുകളെല്ലാം തീർത്തിരിക്കും. അടുത്ത ബാച്ച് തിങ്കളാഴ്ച തുടങ്ങിയിട്ട് എല്ലാ ദിവസവും പുത്തൻ ബാച്ചസ് ഉണ്ട്. എന്നിട്ട് നിങ്ങൾ വിചാരിക്കും അന്നേരം നമുക്ക് സമയം പോയില്ലേ, ആദ്യം മുതലുള്ള എല്ലാ ക്ലാസ്സുകളും കിട്ടും, ഒരു ക്ലാസ് നിങ്ങൾക്ക് മിസ്സാകത്തില്ല. വളരെ പരിമിതമായ ഫീസും, പക്ഷെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയിക്കുമെന്നുള്ള ഒരു മാഷിൻ്റെ ഉറപ്പാണ്. നിങ്ങളൊന്ന് കൂടെ നിന്നാൽ മാത്രം മതി, റെഡിയാകും. അന്നേരം ടെൻഷൻ വേണ്ട, റിലാക്സ് ചെയ്യുക. എന്ന് പറയുന്നത് ബാക്കിയുള്ള ശബ്ദങ്ങളൊന്നും നമ്മൾ കേൾക്കണ്ട. വീട്ടുകാർ നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞു നമ്മുടെ അച്ഛനമ്മല്ലേ, നാട്ടുകാരെ ഒന്നും കേൾക്കണ്ട. നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. 1 മാസം ഒന്ന് കഷ്ടപ്പെടുക, റെഡിയായിട്ട് കൂടെ നിൽക്കുക. മാഷുണ്ട് കൂടെ. എന്നെക്കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം, നമ്മുടെ അധ്യാപകരെ കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം ഉണ്ട്. പലരും ചോദിക്കാറുണ്ട് യൂട്യൂബിൽ പബ്ലിക് ക്ലാസ്സുകൾ എടുത്തവിടെ. അതിനുള്ള സമയം വളരെ വളരെ കുറവാണ്. കാരണം നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യാൻ അധ്യാപകർക്കുണ്ട് അല്ലാതെ തന്നെ. അതുകൊണ്ട് മാക്സിമം നമുക്ക് ഇതിൽ കിട്ടാവുന്ന ഓൺലൈൻ ബാച്ചസ് കിട്ടാവുന്ന മാക്സിമം കാര്യങ്ങൾ നിങ്ങൾക്ക് തരും. അന്നേരം എല്ലാവരും ചേരേണ്ടവരെല്ലാവരും മെസ്സേജ് ഇട്ടേക്കുക. ഫസ്റ്റ് ബാച്ച് തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ ഇത് 24, 25, 26 തീയതി ഒരു 8 മണിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ്സിൽ കിട്ടിയിരിക്കും. ഓക്കെ, അന്നേരം ഇപ്പം ചേരുന്നവരെല്ലാം ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അന്നേരം നന്നായിട്ട് പഠിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ട് പഠിക്കുക. നെവർ എവർ ഗിവ് അപ്പ്.